നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല പഞ്ഞി പോലെയുള്ള ലഡു നമുക്ക് കുറഞ്ഞ ചേരുവ വെച്ചിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പോളം കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഒരു കപ്പോളം എടുത്തിട്ട് ഇതുപോലെ ലൂസാക്കി കൊടുക്കാം കേട്ടോ. നോർമൽ വെള്ളം എടുത്തിട്ടാണ് ലൂസാക്കി കൊടുക്കുന്നത്. ഇനി ഈ ഒരു തിക്കിൽ വേണം കലക്കിയെടുക്കാൻ. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അലിയിച്ചെടുക്കുന്നുണ്ട്. പിന്നീട് കലക്കി വെച്ചിട്ടുള്ള മാവ് ഇതുപോലെയുള്ള ഒരു ഹോളുകളുള്ള കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ പാർന്ന് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബോൾസുകളായി കിട്ടും കേട്ടോ. നല്ലോണം ചുറ്റിച്ചെടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ബോൾസുകളായി കിട്ടും. ഇനി അതൊന്ന് ചൂടാറിയതിന് ശേഷം ഒരു ബ്ലെൻഡിലെടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഒന്നിട്ട് പൊടിച്ചെടുക്കുക കേട്ടോ. അതിലേക്ക് ഗ്രാമ്പൂവും കൂടി 2 എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് പൊടിഞ്ഞ് വരട്ടെ. ഇന്ന് നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര സിറപ്പിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഏലക്കപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. പിന്നീട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പൂന്തി ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നീട് ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസുകളാക്കി എടുക്കുക. പിന്നീട് ഇത് ചൂടായതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതിൽ പഞ്ചസാര സിറപ്പിലൊക്കെ നല്ലവണ്ണം അബ്സോർവ് ആയിട്ടുണ്ട്.